ഹലോ ഗൈസ്, നമ്മളിന്ന് ഫുട്ബോളും കൊണ്ട് മഴനെ അവഗണിച്ച് ഗ്രൗണ്ടിൽ വന്നേക്കുക. എന്തിനാണെന്നറിയോ? നമ്മളിന്ന് ഫുട്ബോളിൽ എയറിന് പകരം പെപ്സി ഇറക്കാൻ പോകും. ഒന്ന് ടോസ് ഇട്ട് നോക്കി നറുക്ക് എടുത്ത് വെള്ള ബോളിലാണ്. നമുക്ക് റോസ് ബോളിൽ എയർ അറച്ചിട്ട് വെള്ള ബോളിൽ പെപ്സി അറച്ചിട്ട് കുലിക്ക് നോക്കാട്ടാ. ഫുട്ബോളിൽ എയർ കളയുമ്പോൾ വേസ്റ്റ് ആക്കാതെ ഇതുപോലെ കാറ്റുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഒരു കുപ്പി പെപ്സി ആട്ടാ നമ്മൾ എടുക്കണം. ഇതുകൊണ്ട് തന്നെ എയർ ബോളിൽ ഫില്ലാവും നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ പമ്പ് വഴിയാട്ടാ ബോളിക്ക് ഈ പെപ്സി നിറയ്ക്കണം. നമ്മളെല്ലാവരും എയർ അടിച്ചിട്ടല്ലേ ഫുട്ബോൾ വെച്ചിട്ടുള്ളൂ. പെപ്സി നിറച്ചാൽ എങ്ങനെയുണ്ടാവും കളിക്കാൻ ബോളിലെ പെർഫോമൻസ് കൂടെ നമുക്ക് നോക്കാട്ടാ. ഹാഫ് ബോട്ടിൽ പെപ്സി അറച്ചപ്പോൾ തന്നെ അത്യാവശ്യം വീർത്ത് തുടങ്ങിയിട്ടാ ബോൾ. അങ്ങനെ പതിയെ നിറച്ച് ബോട്ടിൽ കാലിയായിട്ടാ പെപ്സിയുടെ. ഇപ്പൊ തന്നെ അത്യാവശ്യം ഫില്ലായിട്ടാ. നമുക്ക് ഒന്നും കൂടി കുലുക്കി നോക്കി ഒന്നും കൂടി ബോൾ വീർപ്പിക്കാം. ബോൾ ഇപ്പൊ കല്ല് പോലെ ആയിട്ടാ. തലയിലിട്ടുണ്ട് തട്ടി നിലത്തിട്ടുണ്ട് ചവിട്ടി എയർ പക്കാട്ടാ. ഇനി നമുക്ക് ഈ രണ്ട് ബോളും വെച്ച് കളിച്ചു നോക്കാം. എന്നിട്ട് എന്താ വ്യത്യാസം നോക്കാട്ടാ. പെപ്സിയുള്ള ബോൾ അധികം ബൗൺസും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റണല്ലോ കേട്ടോ. ഇതൊക്കെ വെച്ച് വേൾഡ് കപ്പ് കളിച്ചപ്പോൾ പൊളിക്കൂല്ലേ. നമ്മൾ ഓരോ തവണ തട്ടി കളിക്കുമ്പോഴും ബോളിൽ എയർ കൂടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കളിച്ചോണ്ടിരിക്കുന്ന ഗ്രൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായ അടിയിൽ കമന്റ് ചെയ്യട്ടാ. മഴ പെയ്ത് നല്ല വെള്ളം കെട്ടി കിടക്കുക, അതുകൊണ്ട് ആരും കാണാനില്ല കേട്ടോ അവിടെ കളിക്കാനായിട്ട്. നമ്മളത് കഴിഞ്ഞ് ലോങ് റേഞ്ച് ട്രൈ ചെയ്തോട്ടെ. എയറുള്ള ബോൾ ഫൂന്ന് പറഞ്ഞു പോയി. പക്ഷെ പെപ്സി അറച്ചപ്പോൾ പോണേലട്ടാ. കാല് പോയത് മിച്ചം. രണ്ട് ബോളൊന്നും ജകള് നോക്കി ഇവൻ പിന്നെ പ്രോ ആയതുകൊണ്ട് രണ്ട് ബോളിൽ അത്യാവശ്യം ജകള് ചെയ്തു. എന്തായാലും കലാപരിപാടി തീർന്ന സ്ഥിതിക്ക് നമുക്ക് പന്തിന്ന് പെപ്സി ഊറ്റി എടുക്കാം. ഈ വീഡിയോക്ക് ഒരു 10K ലൈക്ക് കിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ഒരു 3 പെപ്സി ഫുട്ബോളിൽ നിറച്ച് കളിച്ചു നോക്കട്ടെ. എന്താവും ബോളിന്റെ അവസ്ഥ എന്നറിയാലോ.